നമസ്കാരം. ലൈക്ക് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൂമുഖം ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പം വാസ്തു ആചാര്യനും വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ഥാപതിയുമായ കെ മുരളീധരൻ നായരാണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. അതായത് നമുക്ക് ഇന്നിപ്പോൾ വന്നിട്ടുള്ള നിങ്ങളുടെ കമൻസിനുള്ള ഒരു ചോദ്യത്തിലേക്കാണ്. ഒന്നല്ല, മൂന്ന് ചോദ്യങ്ങൾ വരെ അതിനകത്തുണ്ട്. നേരത്തെയും ആ ചോദ്യങ്ങളുണ്ട്, നമ്മൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു വീട് വയ്ക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയാമല്ലോ. വീട് വയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്വപ്നമാണ്. വീട് വയ്ക്കുന്നത് ഒരിക്കൽ മാത്രമെന്നൊക്കെ നമ്മളിപ്പോൾ പരസ്യത്തിൽ കാണുന്ന പോലെ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്, എപ്പോഴും സംഭവിക്കുന്ന അല്ലെങ്കിൽ. അങ്ങനെ വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. കാരണം നമ്മൾ വീട് വയ്ക്കുമ്പോൾ ഓരോരുത്തരും ഓരോ അഭിപ്രായം. വാസ്തു പ്ലാൻ വരച്ചു, അവിടെ പോകണം വാസ്തു, അല്ലെങ്കിൽ ഇവിടെ പോകണം വാസ്തു നോക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ പോകും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ ഇട്ട് ടെൻഷനാണ്. അപ്പോൾ ഇതൊന്നും വേണ്ട, ഒരു ടെൻഷനും ഇല്ലാതെ നമ്മൾ എന്ത് കാര്യങ്ങളാണ് കൃത്യമായിട്ട്. അതായത് ഒരു വീട് വയ്ക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നമുക്ക് ഭൂമിയില്ല, അഥവാ ഭൂമി ഉണ്ടെന്ന് വെച്ചോളൂ. ഭൂമി ഉണ്ടെങ്കിൽ അത്, ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ വസ്തു വാങ്ങാൻ പോകുമ്പോൾ തെക്കോട്ട് നല്ല ചരിവുള്ള ഭൂമി കഴിയുന്ന ഒഴിവാക്കണം. അതിൽ പടിഞ്ഞാറോട്ടും കുത്തനെ ചരിവുള്ള ഭൂമി നമുക്ക് ഒഴിവാക്കണം. വടക്ക് ചരിവുണ്ടെങ്കിൽ നമുക്ക് അതിനെ ക്രമീകരിച്ച് ഒരു റിട്ടേൺ വാളി കെട്ടി മണ്ണൊക്കെ ഇട്ട് പൊക്കി എടുത്ത് വീട് വെച്ചാൽ അത് കിഴക്കോട്ട് അല്പം ചരിവുണ്ടെങ്കിലും ഇതുപോലെ കെട്ടി ചരിച്ചാൽ അത് നല്ലതാണ്. എന്നാൽ കുത്തനെ നിൽക്കുന്ന തെക്കോട്ടുള്ള ചരിഞ്ഞ ഭൂമി, പടിഞ്ഞാറോട്ട് കുത്തനെ ചരിവുള്ള ഭൂമി കഴിയുന്നത് ഒഴിവാക്കുന്നതല്ലേ. ഇപ്പോഴ് ഒഴിവാക്കാൻ സാധിക്കുന്ന അവരും ഈ വടക്കിൻ്റെയും കിഴക്കിൻ്റെയും ഞാൻ ഈ പറഞ്ഞ പോലെ പിന്നെ കരിങ്കെല്ലാം കെട്ടിപ്പൊക്കി ആ ഒരു വീടിരിക്കുന്ന ഭാഗം മാത്രം ലെവൽ ചെയ്ത് വീട് വയ്ക്കുന്നുണ്ട്. എങ്കിൽ അതിൻ്റെ ശാസ്ത്രവിധി ഏറ്റവും കൂടുതൽ ഊർജ്ജ ലെവൽ കിട്ടുന്നത് സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട കിഴക്ക് വടക്ക് ഭാഗത്താണ്. അതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു 5-10 സെൻറ്റ് തറ വാങ്ങി വെച്ച് നമ്മൾ വീട് വയ്ക്കാൻ വേണ്ടിയുള്ള സിറ്റുവേഷൻ, അതായത് ഭൂമി ഒരുക്കുക എന്നാണ്. ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് ഭൂമി പൂജയാണ്. ഭൂമി പൂജ ചെയ്തിട്ട് അതിനൊരു തറരക്ഷയൊക്കെ സ്ഥാപിക്കണം. ഭൂമി പൂജ ചെയ്യാതെ ഒരിക്കലും തന്നെ വീടിൻ്റെ പണി ആരംഭിക്കരുത്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഒരു വീടിൻ്റെ പ്ലാൻ വരയ്ക്കാൻ. പ്ലാൻ വരയ്ക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഭാര്യയും ഭർത്താക്കും മക്കളെല്ലാം കൂടി ഇരുന്നിട്ട് നമുക്ക് ഇത്ര പൈസയേ ഉള്ളൂ, നമുക്ക് 2 ബെഡ്റൂമോ അല്ലെങ്കിൽ അവരവരുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടാണ് നമ്മളല്ലാതെ ചെറിയ ബഡ്ജറ്റും വലിയൊരു പ്ലാനുമായ വഴി കിടക്കും. അത് ചെയ്യരുത്. അപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ ചർച്ചയൊക്കെ നടത്തിയിട്ട് നമുക്കൊരു അറിയത്തക്ക ഒരു മീഡിയം ഒരു എഞ്ചിനീയറെ കൊണ്ടുകൊടുത്ത് ഒരു പ്ലാൻ വരച്ച് വാസ്തു അറിയുക എന്നുള്ള ഒരാളിനെ കൊടുത്ത് അത് കറക്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് തുടങ്ങുന്നത്. അതിനെ അതുപോലെ പിന്നെ തറക്കല്ലിടുന്ന തറക്കല്ല് ഭൂമി പൂജ കഴിഞ്ഞ് പിന്നെ പ്രധാനപ്പെട്ട ഞാൻ തറക്കല്ലിടുന്ന ചടങ്ങ്. തറക്കല്ലിടുന്നത് നമുക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കന്നിമൂല ഭാഗത്താണ് നമുക്ക് തറക്കല്ലിടേണ്ടത്. ഇതിപ്രകാരം നല്ലൊരു ഡേറ്റ് എടുത്തിട്ട് ആദ്യകരമായിട്ട് ഭാര്യയും ഭർത്താവും ചേർന്നിടാം, ഗുരുക്കന്മാർക്കിടാം, അച്ഛനമ്മയ്ക്കിടാം, ആർക്കോണം ഇടാം. അതൊക്കെ ഇട്ട് അത് ചെറിയൊരു പൂജയോടുകൂടി ആ തറക്കല്ലിടുക. തറക്കല്ലിട്ടിട്ട് വേണം നമുക്ക് പണി തുടങ്ങാൻ. പണി തുടങ്ങുമ്പോൾ ഇപ്പോഴത്തന്നെ ഒരുപാട് സാധന സാമഗ്രികൾ കുറഞ്ഞതും കൂടി ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ബ്രിക്സ് പണ്ടത്തെ ഇഷ്ടിക കിട്ടും. അത് വെക്കുകയാണെങ്കിൽ സ്ക്വയർ ഫീറ്റ് വലിയ വില കൂടുതലാണ്. ഇതിൽ തന്നെ ഹോളോ ബ്രിക്സും അതിനോട് ബന്ധപ്പെട്ടാണ് ചെയ്യുന്നത്. അത് അവരുടെ സാമ്പത്തിക ചുറ്റുപാടിൽ ചെയ്തെടുക്കുക. എന്നാൽ അടുത്ത് പല ആൾക്കാരും തന്നെ ഈ പൈസ കുറയ്ക്കാൻ വേണ്ടി ഇവർ പണ്ട് കാലത്ത് വീട് പൊളിച്ചു പോയ ചില റെഡിമെയ്ഡ് തടികൾ, പഴയ തടി, അത് ഒരിക്കലും തന്നെ വാങ്ങിക്കൊണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം തന്നെ പണ്ടത്തെ ശാപമേറ്റ തറവാട് വീടുകൾ, പള്ളികൾ, അമ്പലങ്ങൾ പളിച്ച പണ്ടത്തെ വലിയ വലിയ തടികളെ അറുത്ത് മുറിച്ച് കട്ടിളപ്പടി ഉണ്ടാക്കി ഒക്കെ ജനലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പഴയ ഉരുപ്പടി വെച്ച് നമുക്ക് അറിഞ്ഞുകൂടാ ഇത് ഏതാണെന്ന്. അത് നെഗറ്റീവ് എനർജി ആയിരിക്കും, പോസിറ്റീവ് അല്ല. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും തടിയുള്ള നിർമ്മാണം നിങ്ങൾക്ക് ഒരുപക്ഷെ കൂടുതൽ തടിയൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വാതിൽ തടിയെടുക്കുക. ഏതെങ്കിലും അത് ഒരെണ്ണം തടി തന്നെ ആയിരിക്കണം. തേക്കായിരുന്നാലും പ്ലാവായിരുന്നാലും ആഞ്ഞിലായിരുന്നാലും അതിൻ്റെ കട്ടിളപ്പടിയും വാതിലും പാളികളും ഒറ്റ തടിയും. അകത്തേക്കുള്ളത് വേറെ മറ്റും അറിഞ്ഞാൽ പോയത്. പിന്നെ ചിലർക്ക് ഇപ്പോഴെല്ലാം മെറ്റൽ ഉപയോഗിക്കും, ആയിക്കോട്ടെ. പക്ഷേ ഫ്രണ്ട് നല്ലതല്ല, ഊർജ്ജം പിടിച്ച് വയ്ക്കില്ല, മെറ്റലാണ്. അപ്പോൾ പ്രധാനപ്പെട്ട വാതിൽ എന്തായാലും തടി തന്നെ വേണം. അകത്തേക്കുള്ള തടികൾ നമുക്ക് മെറ്റൽ വരുന്നതിന് തടസ്സമില്ല. മെറ്റൽ മാത്രമല്ല, ഇപ്പോൾ കുറഞ്ഞ ഉടലുള്ള പല ഒരുപാടുകളുണ്ട്. അപ്പോൾ ചില കുറേയേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞു വന്ന് അതങ്ങനെ ചെയ്യുക. പിന്നെ നമ്മൾ നിർമ്മാണങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞ സാധനമായിട്ട് വീട് പണി ചെയ്യരുത്. നമുക്ക് ആദ്യത്തെ ഒരു മുതൽമുടക്ക് അല്പം ഒന്ന് കൂടുതലായിരുന്നെങ്കിലും അത് കാലാകാലം നീണ്ടു നിൽക്കും. എളുപ്പപ്പണിക്ക് വേണ്ടി ചില വർക്ക് ചെയ്യുന്നത് ഗുണത്തിലേറെ നമുക്ക് ദോഷമുണ്ടാകും. അപ്പോൾ
ഞാൻ നേരത്തെ പറഞ്ഞു പ്ലാനിന് ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കണം. ആ എസ്റ്റിമേറ്റ് നോക്കി തന്നെ പോകും. ചിലപ്പോൾ ചില ആൾക്കാർ ഒരു വീടിൻ്റെ വാർപ്പ് വരെ നമുക്ക് പോകുന്ന അറിയില്ല. പൈസ പോകുന്ന എല്ലാം എപ്പോഴാണ്? വാർപ്പ് കഴിഞ്ഞ ശേഷമാണ്. അപ്പോൾ നമുക്ക് ഇത്ര പൈസയിലേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് നേരത്തെ ഒരു പ്ലാൻ വരച്ചതിന് ഉപരി അവരറിയാതെ എന്തെങ്കിലും ഒരു എക്സ്റ്റൻഷൻ കൂടി ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴാണ് പ്ലാനിന് വ്യതിചലിച്ച് പോകുന്നത്. അത് ചെയ്യരുത്. ഒരു പ്ലാൻ നേരത്തെ തന്നെ ആലോചിക്കുമ്പോൾ എനിക്കിത് മതി എന്ന് ഉറച്ച തീരുമാനം എടുത്തിട്ട് ഉറച്ചൊരു എസ്റ്റിമേറ്റ് എടുത്തിട്ടാണ് വീട് പണി തുടങ്ങേണ്ടത്. താഴത്തെ നില മാത്രമാണെങ്കിൽ അപ്പോൾ താഴത്തെ നില മാത്രം എടുക്കണേക്കാട്ടി ലാഭം താഴെയും ഉയരെയും കൂടെ എടുക്കുന്നതാണ്. അപ്പോൾ ഫൗണ്ടേഷൻ്റെ അത് ലാഭം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരുപാട് കുറച്ച് ലാഭം അതിനകത്തുണ്ടാകും. ഇപ്പോൾ 1200 സ്ക്വയർ ഫീറ്റ് പണിയാമെങ്കിൽ താഴെ വേണമെങ്കിൽ നമുക്കൊരു ഒരു ബെഡ്റൂം അതിനുള്ള സൗകര്യങ്ങൾ, അടുക്കള, ഡൈനിങ്, സിറ്റൗട്ട് എടുത്തിട്ട് സ്റ്റെയർ കേസും കൊടുത്ത് 2 മുറി ഉയരെ എടുക്കുക. 1200-1300 സ്ക്വയർ ഫീറ്റിലാണ് ചെയ്യുക. പിന്നെ ഹോളോ ബ്രിക്സ് കെട്ടിയാണ് അതിൻ്റെ ചാർജ് കുറയും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട്. പിന്നെ ഹാർഡ് സോയിൽ, നല്ല ഉറച്ച മണ്ണോടത്താണെങ്കിൽ വെറുതെ പൈസ വാരി ഭൂമിക്കടിയിൽ കുഴിച്ചിടരുത്. കരിങ്കല്ല് കിട്ടുമെങ്കിൽ ധാരാളം മതി. അല്ലെങ്കിൽ 1.5 ഒരു പിന്നെ പ്ലിന്ത് ബീമായിട്ട് അടിച്ചിരുന്നാലും നമുക്ക് ധാരാളം ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്തെടുക്കണം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തു പോകാമെങ്കിൽ വീടിന് ഏറ്റവും നമുക്ക് ലാഭം. പിന്നെ നേരത്തെ നമ്മൾ കിണറിൻ്റെ സാധനങ്ങൾ പറഞ്ഞ പോലെ പൈപ്പ് വാട്ടർ ഹൗസിലെ വെള്ളം കിട്ടുമെങ്കിൽ അങ്ങനെ, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ കിഴക്ക് ഭാഗത്തോ രാശിവത്ത് ഒരു കിണറെടുക്കണം, ഏറ്റവും നല്ലതാണ്. പിന്നെ ഏത് ദർശനമായിട്ടാണോ വീടിൻ്റെ വരണോ ആ ഫ്രണ്ടത് വഴി, പൊതുവഴി ഉണ്ടാവും. ആ പൊതുവഴിക്ക് അഭിമുഖമായിട്ടാണ് നമ്മൾ വീട് നിൽക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പരിസരം, ക്ഷേത്രത്തിൻ്റെയോ അല്ലെങ്കിൽ ആരാധനാമൂർത്തികളുടെയോ പള്ളികളുടെയോ ഒട്ടുന്നതിൻ്റെ നമ്മുടെ വീട് വയ്ക്കാമെന്ന് അതിൻ്റെ നേരെ എതിരെയൊന്നും വരരുത്. അത് ഏത് ദേവാലയമായിരുന്നാലും ശരി, മുസ്ലിം ദേവാലയമായിരുന്നാലും ക്രിസ്തീയ ദേവാലയമായിരുന്നാലും ഹിന്ദു ദേവാലയങ്ങളൊരു കണക്കാണ്. അതിൻ്റെ നേരെ ഫ്രണ്ടിലേക്കൊന്നും തന്നെ നമ്മുടെ ഒരു വീട് സ്ഥലം വാങ്ങരുതെന്നർത്ഥം. അല്ലാതെ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കാമെങ്കിൽ ഒരു വീട് വയ്ക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അല്ലാതെ ഒന്നും അറിയാതെ കണ്ണുടച്ചുകൊണ്ട് വീടൊക്കെ വയ്ക്കുമ്പോഴാണ് ആപത്തുകൾ ഉണ്ടാവുന്നത്. അപ്പം നമ്മളൊരു പ്രധാനമായിട്ട് നമ്മളൊരു വീടിൻ്റെ ചിന്തയിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഉപകാരപ്രദമായ രീതിയിൽ തന്നെ ഉപയോഗിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കൃത്യമായൊരു പ്ലാനിങ്, ഈ പറയുന്ന കാര്യങ്ങൾ നോക്കുക. അതനുസരിച്ച് വീട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കൃത്യസമയത്ത് തന്നെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഒരു വാസ്തുവിൻ്റെ കൃത്യമായ കണക്ക് പ്രകാരമുള്ളൊരു വീട് പൂർത്തിയാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് 2-3 ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡിലൂടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡിൽ നിങ്ങളുടെ കൂടുതൽ കമൻസിൻ്റെ മറുപടിയായിട്ട് നമ്മൾ വരും. അതുവരേക്കും നമസ്കാരം.